ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രഷൻ എന്ന ടോപ്പിക്കിലെ അവസാനത്തെ പാർട്ടാണ്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദി ഫിഫ്ത്ത് ടേം ഓഫ് എ ജി പി ഈസ് 80 ആൻഡ് ദി ഫിഫ്ത്ത് ടേം ഈസ് 5 വാട്ട് വിൽ ബി ദി ഫോർത്ത് ടേം ഓഫ് ദി ജി പി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം എന്താണ്, ജി പി ആയതുകൊണ്ട് AR⁴ ആണ്. അതായത് ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 8 ആണ്. അതായത് AR⁴ ഈക്വൽ ടു 80 ആണെന്ന് പറയാൻ പറ്റണം. ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇനി അടുത്ത് ആൻഡ് ഫസ്റ്റ് ടേം ഈസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് A എന്താണ്, 5 ആണ്. അപ്പോൾ Aക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, 5 എന്ന് കൊടുക്കാൻ പറ്റും. 5 ഇൻറ്റു R⁴ എന്ന് പറഞ്ഞാൽ എന്താണ്, 80 ആണ്. ഈ R⁴ എന്ന് പറഞ്ഞാൽ 80 5 ഇൻറ്റു R⁴ ആയിരുന്നു. ആ ഇൻറ്റു ഉള്ളത് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. അതായത് R⁴ ഈസ് ഈക്വൽ ടു 16 എന്ന് വരും, 16 എന്ന് വരും. അപ്പോൾ R⁴ ഈക്വൽ ടു 16 ആണെങ്കിൽ R ഈക്വൽ ടു എന്താണ്, 16⁻⁴ ആണ്. 16⁻⁴ എത്രയാണ്, 2 ആണ്. കാര്യം ഏത് നമ്പർ 4 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് 16 കിട്ടുക എന്നാണ് 16⁻⁴ അർത്ഥം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുക. കാര്യം 2 × 2 × 2 × 2 16 ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. അപ്പോൾ 6 കിട്ടി. നമുക്ക് ഫിഫ്ത്ത് ടേം വരാം. ഫിഫ്ത്ത് ടേം 80 ആണ്. R ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എന്തായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞതാണ്. നമുക്ക് ഒരു ടേം അറിയാം. ഇപ്പോൾ ഫോർത്ത് ടേം ഈക്വൽ ടു ഒരു 20 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ കോമൺ റേഷ്യോ ഒരു 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേം എന്താ വരിക, അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. ഫോർത്ത് ടേം ഒരു 20 ആണ്, അതിൻ്റെ കോമൺ റേഷ്യോ ഒരു 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേം എന്താ വരിക, 60 ആണ് വരിക. കാര്യം ഓരോ ടേം കഴിഞ്ഞിട്ടുള്ള അടുത്ത ടേം കിട്ടാൻ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതേപോലെ ഒന്ന് റിവേഴ്സ് ആലോചിച്ച് നോക്കുക. അതായത് അടുത്ത ടേം കിട്ടാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ടേം കിട്ടാൻ ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഫിഫ്ത്ത് ടേം 80 ആണെങ്കിൽ അതിന് മുൻപുള്ള ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, അത് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 80 ഡിവൈഡഡ് ബൈ 2. അതായത് ആൻസർ എന്താണ്, 4 ആണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ അല്ലാതെ തന്നെ നോർമലായിട്ട് ചെയ്യുന്ന രീതി വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ ചെയ്യാം, ഫോർത്ത് ടേം ആണല്ലോ ചോദിച്ചത്. ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ A × R⁴ ആണ്. അപ്പോൾ A × R⁴ പറയുമ്പോൾ A എന്താണെന്ന് നമുക്കറിയാം. A എത്രയാണ്, A കണ്ടുപിടിച്ചിട്ടില്ല. A കണ്ടുപിടിച്ചു 5 ആണ്. അത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 5 ആണ്. പിന്നെ R⁴ എന്ന് പറയുമ്പോൾ ഇവിടെ R എത്രയാണ്, 2 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 2⁻3. അപ്പോൾ 5 × 8 40. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞവരെ ആലോചിച്ചാൽ മതി. അതാണ് അതിൻ്റെ ലോജിക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ 1 - 3 + 5 - 7 അപ് ടു 100 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നമ്മൾ AP പഠിച്ചിട്ടുണ്ട്, GP പഠിച്ചിട്ടുണ്ട്. AP എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ആഡായി പോവുകയാണ്. GP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ മൾട്ടിപ്ലൈഡ് ആയിട്ട് പോവുകയാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ മൾട്ടിപ്ലൈഡ് ആവുന്നില്ല, ആഡും ആവുന്നില്ല. നോക്കണം, ഉണ്ടോ, 1 - 3 + 5 - 7. അതായത് 1 - 3 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ -3 വരുന്നത് എങ്ങനെയാണ്, അത് -4 ചെയ്യുമ്പോഴാണ്. കാര്യം 1നെ -4 ചെയ്യുമ്പോഴാണ് -3 വരുന്നത്. പിന്നെ -3 5 ആവുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ -3നോട് 8 ആഡ് ചെയ്യുമ്പോഴാണ് അത് 5 ആവുന്നത്. ആദ്യത്തേൽ -4 ആഡ് ചെയ്ത് പിന്നത്തേൽ +8 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേംസ് ഒരിക്കലും എന്തിലല്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ 1, -3, -5, -7 എന്നൊക്കെ എഴുതുകയാണെങ്കിൽ അതൊന്നും AP-യിലും അല്ല, ഒരു GP-യിലും അല്ല. ഒരു കോൺസ്റ്റന്റ് നമ്പറോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആഡ് ചെയ്താലും കിട്ടില്ല. പക്ഷേ ഇതിനൊരു കാര്യം ചെയ്തുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം വരും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഈ 1 - 3 തന്നിട്ടുണ്ട്. ഈ 1 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ രണ്ടാൾക്കാരെ മാത്രം നോക്കുകയാണെങ്കിൽ ഈ 1 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, -2 ആണ് അല്ലേ. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. അതേപോലെ ഈ 5 - 7 മാത്രം നോക്കുകയാണെങ്കിലോ അതും എന്താണ്, -2 ആണ്. ഓക്കെ, ഇനി അടുത്തത് ആരായിരിക്കും വരിക, 1 - 3 + 5 - 7. അപ്പം ഇനി അടുത്തത് ആരായിരിക്കും വരിക, +9 - 11. കാരണം ഇത് ഓഡ് നമ്പേഴ്സാണ്, അത് പ്ലസും മൈനസും ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത് മാത്രം. അപ്പോൾ അടുത്തത് എന്താ വരിക, -2 വരിക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ അടുപ്പിച്ചിട്ടുള്ള അടുത്തടുത്ത 2 ടേംസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, -2 ആണ് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ 100 ടേംസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. നോക്കണം. ഓക്കെ, ഞാനിത് തന്നെ ഒന്നുകൂടി എഴുതി തരാം. 1 - 3 + 5 - 7 അങ്ങനെ പോവുകയാണ് അല്ലേ. +9 - 11 അങ്ങനെ പോവുകയാണ്. അങ്ങനെ എത്ര ടേംസ് വേണം, 100 ടേംസ് വേണം.
നമ്മൾ ഓരോ രണ്ടാൾക്കാരെ ടീമാക്കി എന്നിരിക്കാം. അപ്പോൾ ഇയാളൊരു ടീമാക്കി, ഇയാളൊരു ടീമാക്കി, ഇയാളൊരു ടീമാക്കി. ടോട്ടലായിട്ട് നമുക്ക് എത്ര ആൾക്കാർ വേണം? 100 ടേംസ് വേണം. ഇതൊരു ടേമാണ്, രണ്ടാമത്തെ ടേമാണ്, മൂന്നാമത്തെ ടേമാണ്, നാലാമത്തെ ടേമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഗ്രൂപ്പിംഗ് നടത്തുന്നുണ്ടല്ലോ നമ്മൾ. ആ ഗ്രൂപ്പിംഗ് നടത്തുമ്പം മൊത്തം 50 ടേംസിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ 50 ഗ്രൂപ്പിൽ ഉണ്ടാവുക. അതായത് ഇവിടെ അവസാനത്തെ ആളെന്ന് പറയുന്ന സമയത്ത് എത്രയോ ആളുണ്ടാവും. ഏതാ നമ്പർ ഇത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 ടേംസ് വന്നു, ഇവിടെ 2 ടേംസ് വന്നു, ഇവിടെ 2 ടേംസ് വന്നു, അങ്ങനെ പോയി 50 ഗ്രൂപ്പ് വേണം. 50 ഗ്രൂപ്പ് വന്നാൽ മാത്രമേ എന്ത് ഉപയോഗിക്കുള്ളൂ? 100 ആൾക്കാരെ വരുള്ളൂ. കാര്യം ഓരോ ഗ്രൂപ്പിലും 2 ആൾക്കാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 50 ടീം വന്നാൽ, അല്ലെങ്കിൽ 50 ഗ്രൂപ്പ് വന്നിക്കുകയാണെങ്കിൽ നമുക്ക് 100 ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് അറിയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓരോ ആൾക്കാരെയും ആഡ് ചെയ്താൽ, ഈ ഗ്രൂപ്പിൽ ഓരോ ആൾക്കാരെയും ആഡ് ചെയ്താൽ -2 കിട്ടും. ഇവിടെയും -2, ഇവിടെയും -2. എൻ്റെ അവസാനത്തെ ആളെ പിടിച്ചാൽ ഓന് -2 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത് 50 ടീമുണ്ട്, അല്ലെങ്കിൽ 50 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ആൾക്കാരുടെയും വാല്യൂ എന്താണ്? -2 ആണ്. അപ്പോൾ -2 50 വട്ടം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ പോരെ? -2 × 15 എഴുതിയാൽ പോരെ അല്ലേ? -2 + -2 -2 -2 അങ്ങനെ 50 വട്ടം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ -2 × 50 ആണ്. കറക്റ്റായിട്ടുള്ള ആൻസർ -100 ആണ്. ഓക്കെ, ഇതൊക്കെ ആ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. How many terms are there in the AP 3, 7, 11, 407? ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഞാനൊരു ഫോർമുല പറഞ്ഞു തന്നിരുന്നു. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ. എന്താ ഫോർമുല? നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, L മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ A ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഇതാണ് നമ്മളുടെ ഫോർമുല. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. അപ്പോൾ ലാസ്റ്റ് ടേം എന്താണ്? 407 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 3 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. +1 ആണ്. അപ്പോൾ എത്രയാണ്? 404 ഡിവൈഡഡ് ബൈ 4 +1. അതായത് 101 + 1 ഈക്വൽ ടു 102 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു കുറച്ച് സീക്വൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് AP അല്ലെങ്കിൽ ഏതൊക്കെയാണ് GP, അങ്ങനെയും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെയാണ് AP എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓരോ ഓപ്ഷൻസും വെച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്നത് 11, 7, 3, -1, -5 ആണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് ആൻഡ് AP ആണ്. AP അല്ലാത്ത ഏതെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. AP ഏതെന്നുള്ളതല്ല, AP അല്ലാത്ത ഏതെന്നുള്ളത്. അപ്പോൾ 11, 7, 3, -1, -5 എന്ന് നോക്കുന്ന സമയത്ത് 11 എങ്ങനെ 7 ആവുന്നത്? അത് -4 വന്നപ്പോഴാണ്. അല്ലടാ, ഇവിടെ -4 ആണ് സംഭവിച്ചത്. ഈ 7 എങ്ങനെ 3 ആവുന്നത്? അതും -4 വന്നപ്പോഴാണ്. ഈ 3 ഉള്ളത് -1 എങ്ങനെ ആയത്? അതും -4 വന്നപ്പോഴാണ്. കാരണം 3 -4 ആണെന്ത്? -1. ഇനി അതേപോലെ -1 ഉള്ളതോ അതും ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അതും -4 വന്നപ്പോഴാണ്. അപ്പം -5 ആണ്. അതായത് ഓരോ ടേംസ് നോക്കുകയാണെങ്കിലും -5 വെച്ചിട്ടാണ് ആഡ് ആയി പോകുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു കോൺസ്റ്റൻറ്റ് ടേം ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? AP ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് ടേം ആയിട്ടുള്ള -4 ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു AP ആണ്. അപ്പോൾ ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ല. ഫസ്റ്റ് ഓപ്ഷൻ AP ആണ്. അപ്പോൾ നമുക്ക് നോട്ട് ആൻഡ് AP ആണല്ലോ വേണ്ടത്. അപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്താ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത് പറയുന്നത് 0, -3, 0, -3, -6, -9 എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിലും ഓരോ ടേമും -3 വെച്ചിട്ട് -3 ആണ് ഡിഫറൻസ് അവിടെ വരുന്നത്. നോക്ക്, 0, -3 ആണ് -3. അപ്പോൾ ഇവിടേക്ക് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ -3 ആണ്. ഇനി അതേപോലെ ഇത് നോക്കണം. അടുത്ത ടേം നോക്കുകയാണെങ്കിൽ -3 -3 ആണ് എന്ത്? -3. ഓക്കെ, സോറി, അവിടെ 2 മൈനസിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, അവിടെ നോക്കണം. അവിടെ -3 ഈക്വൽ ടു -6. അതായത് ഓരോ ആൾക്കാരെയും നോക്കുകയാണെങ്കിൽ അവിടെ 3 കുറഞ്ഞ് വരികയാണ്. ഒന്നെങ്കിൽ നമുക്ക് പറയാം -3 ആഡ് ചെയ്ത് പോകുമെന്ന് പറയാം, അല്ലെങ്കിൽ 3 സബ്ട്രാക്ട് ചെയ്ത് പോകുമെന്ന് പറയാം. ഏത് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? -3 ആണ് അവിടെ മാറ്റം വരുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ -6 ആണെങ്കിലോ അവിടെയും -3 തന്നെ വരുന്നത്. -6, -3, -9. ഓക്കെ, അപ്പോൾ ഓരോ ടേംസ് എടുക്കുകയാണെങ്കിലും അവിടെ -3 ആഡ് ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ 3 സബ്ട്രാക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 0 -3 ആണ് -3, -3 -6 ആണ്, -6 -3 അതും -9 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേമും ആഡ് ചെയ്ത് പോയാലും സബ്ട്രാക്ട് ചെയ്ത് പോയാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? AP ആണ്. അപ്പോൾ ആ ഓപ്ഷനും AP ആണ്. അതായത് നമുക്ക് റെക്കോർഡ് ഓപ്ഷൻ അല്ല. ഇനി അടുത്ത് നോക്കാം. 3, 9, 19, 33, 51.
അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആദ്യത്തെ ടേം നോക്കുന്ന സമയത്ത് 3 9, അതായത് എത്ര ആഡ് ചെയ്ത് 6 ആണ് അവിടെ ആഡ് ആയി വരുന്നത് അല്ലേ. ഇവിടെ വരുന്നത് +6 ആണ്. ഇവിടേക്ക് വരുന്ന സമയത്തോ +10 ആണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായത് ഇതൊരു AP അല്ല. AP ആണെങ്കിൽ എല്ലാ ടേംസിലേക്കും ഒരേ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. കോമൺ ആയിട്ടുള്ള +6 ആണെങ്കിൽ +6 ആ രീതിയിൽ തന്നെ പോകണം. അപ്പോൾ ഈ ഓപ്ഷനാണ് AP അല്ലാത്തത്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ഓപ്ഷൻ 4 നോക്കുകയാണെങ്കിലോ ഇവിടെ 9 13 17 21 25 ആണ്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 4 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പറാണ് അവിടെ ആഡ് ആയി പോകുന്നത്. അപ്പോൾ അതും എന്തെന്ന് പറയാൻ പറ്റും, AP ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ എന്താണ് അറിയാം, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇഫ് ABC are in GP and a⁻1/x = b⁻1/y = c⁻1/z ആണെങ്കിൽ then which of one of the following is correct എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് a⁻1/x = b⁻1/y = c⁻1/z ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സീക്വൻസ് AP-യിലാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അരിതമെറ്റിക് മീൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതല്ലോ. ഒരു GP-യിലാണെങ്കിലോ അവിടെ ഒരു ജോമെട്രിക് മീനും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ബേസ്ഡാണ്. AP-യിലാണെങ്കിൽ ഞാൻ പറഞ്ഞു അരിതമെറ്റിക് മീൻ ഉണ്ടായിരിക്കും. അതായത് a = a + b/2 പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അതായത് ABC അതിൽ നടുക്കുള്ള ആളെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇയാളെയും ആഡ് ചെയ്ത് /2 ആയിരിക്കും. ഞാനവിടെ a = a + b/2 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നടുക്കുള്ള ആൾ B ആണെങ്കിൽ എന്ത് വരും, b = a + c/2. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു C എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ ജോമെട്രിക് മീൻ എന്താണ്, ജോമെട്രിക് മീൻ = √AC ആയിരിക്കും. ഓക്കെ, അത് ഞാൻ അവിടെ 1 9 ഒക്കെ വെച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം √AC ആയിരിക്കും. അപ്പോൾ 1 9 എക്സാമ്പിൾ അല്ലാതെ ജനറലി പറയുകയാണെങ്കിൽ √AC ആയിരിക്കും. അതായത് ഇവിടെയുള്ള ആളാണ് എന്ത്, G എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം. അപ്പോൾ ഇവിടെ ഒരു B ആണെന്ന് വിചാരിക്കാം. ഇവിടെ അപ്പോൾ B ആണെങ്കിൽ എന്താ വരിക, b = √AC. ഓക്കെ, ഈ റൂട്ട് എന്നുള്ളത് അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് വരും, സ്ക്വയർ ആവും. അപ്പോൾ b² = AC. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 2 ഫോർമുലാസാണ്. ഞാൻ ഇത് മറ്റേ AM പറഞ്ഞ സമയത്ത് പഠിപ്പിച്ചതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട 2 ഫോർമുലാസാണ്. എന്ത്, ABC ഒരു ഇതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ABC ഒരു AP-യിലാണ് തന്നിക്കുകയാണെങ്കിൽ ABC ഒരു AP-യിലാണെങ്കിൽ b = എന്തായിരിക്കും, a + c/2 ആയിരിക്കും. അതേപോലെ ABC ഒരു GP-യിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, b² = AC ആയിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ AM ടോപ്പിക് തന്നെയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, ഇയാൾ എന്തിലാന്ന് പറഞ്ഞു, ഈ a⁻, നോക്കണം, ഇഫ് ABC are in GP എന്നവർ പറഞ്ഞു, ABC are in GP എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, b² = AC എഴുതാൻ പറ്റുമോ? പറ്റും. നമ്മളിപ്പോൾ തൊട്ട മുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് എന്താന്ന് പറഞ്ഞു, a⁻1/x = b⁻1/y = c⁻1/z ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഞാനൊന്ന് കൂടി മാറ്റിയതാണ്. ഈ a⁻1/x-ഉം b⁻1/x-ഉം തന്നെ ഈ ഒരു സംഭവത്തിലേക്ക് ഒരാൾ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ a⁻1/x-ഉം b⁻1/y-ഉം ഈ c⁻1/z-ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഞാനത് വിചാരിക്കുകയാണ് അത് = ഒരു k ആണെന്നുള്ളത്. എന്തോ ഒരു വാല്യൂനോട് ഈക്വലാണ്. ഞാൻ ആ വാല്യൂ എന്താണ്, ഒരു k ആണെന്നുണ്ട് വിചാരിക്കുകയാണ്. എന്നിട്ട് നോക്ക്, ഞാൻ ഇതും മാത്രം കൺസിഡർ ചെയ്യുകയാണ്. ഈ a⁻1/x = k. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു x⁻2 = 3 ആണെങ്കിൽ x = എന്താണ്, 3⁻1/2 ആണ്. അല്ലടാ, x⁻2 = 3 ആണെങ്കിൽ ഈ 2 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, 1/2 ആയിട്ടാണ് വരിക. ഓക്കെ, എത്ര ആലോചിച്ചാൽ മതി, 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അതിൻ്റെ തല തിരിയാന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഇങ്ങനെയാണ് ധരിക്കുക, x⁻2/3 ആണ് ധരിക്കുക. അത് = 3 ആണെങ്കിൽ x = എന്താണ്, 3/3/2 വരിക. ആ 2/3 ഉള്ളതിൻ്റെ റെസിപ്രോക്കൽ ഇടുക, അതിൻ്റെ തല തിരിയും. അപ്പോൾ എന്തായിട്ട് വരും, 3/2 ആയിട്ട് മാറും. അതാണ് കാര്യം. അപ്പോൾ ഇവിടെ ആണെങ്കിലോ a⁻1/x = k ആണെങ്കിൽ a = എന്താ വരിക, k × ആ 1/x-ൻ്റെ തല തിരിയാന്ന് പറയുന്ന സമയത്ത് x/1 ആയിട്ട് വരും. അതായത് x/1 എന്ന് പറഞ്ഞാൽ x, അത്ര മതി. അതേപോലെ
ഈ ബി റേസ് ടു 1/y എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് കെ ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കെ റേസ് ടു വൈ ആണ്. അതേപോലെ അടുത്ത് സി റേസ് ടു നോക്കട്ടെ, സി റേസ് ടു 1/z ഈക്വൽ ടു ഒരു കെ ആണെങ്കിൽ സി ഈക്വൽ ടു എന്താണ്? കെ റേസ് ടു ഇസഡ് ആണ്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എക്കും ബിക്കും സിക്കും നമുക്ക് എന്ത് കിട്ടി? വാല്യൂ കിട്ടി. എന്താ കിട്ടിയത്? എക്കും ബിക്കും സിക്കും വാല്യൂ കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? എക്കും ബിക്കും സിക്കും വാല്യൂ കിട്ടി. എൻ്റെ വാല്യൂ എന്താണ്? എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു എക്സ് ആണ്. ബീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു വൈ ആണ്. സീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു ഇസഡ് ആണ്. ഇത് കിട്ടി. ഇത് നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ബി സ്ക്വയർ ഈക്വൽ ടു എ സി. നമ്മൾ ജി പിയിലാണെങ്കിൽ ആ ഫോർമുല പഠിച്ചു. ഇനി ബി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കും? കെ റേസ് ടു വൈ എന്ന് കൊടുക്കും. അപ്പോൾ ബി എന്നുള്ളിടത്ത് കെ റേസ് ടു വൈ അല്ല, അതിൻ്റെ ഒരു സ്ക്വയറും കൂടി ഉണ്ടാവും. കാരണം ബി സ്ക്വയർ ആണല്ലോ. അപ്പോൾ അത് അങ്ങോട്ട് വരും. ഈക്വൽ ടു എ ഇൻറ്റു സി. എ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു എക്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ കെ റേസ് ടു ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു കെ റേസ് ടു, ഞാൻ പറഞ്ഞു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ കെ റേസ് ടു എക്സ് ഇൻറ്റു കെ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ കെ റേസ് ടു എക്സ് പ്ലസ് സെഡ് ആണ്. ഇനി ഇവിടെ നോക്കുന്ന സമയത്തോ ഇവിടെ എന്താ വരിക? ഇവിടെ നോക്കണം, എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അതാണ് ഫോർമുല. അപ്പോൾ കെ റേസ് ടു വൈ ഇൻറ്റു ഓൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ കെ റേസ് ടു വൈ ഇൻറ്റു 2 ആണ്. എന്താണ്? കെ റേസ് ടു വൈ ഇൻറ്റു 2. ഈ വൈ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2y ആണ്. വൈ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2y ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കാണുന്ന സമയത്ത് അതിൻ്റെ ബേസ് സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പവറും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ബേസ് രണ്ടിലും ബേസ് കെ ആണ്. അപ്പോൾ അതിൻ്റെ പവറായിട്ടുള്ള പവറും സെയിം ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമുക്ക് 2y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് അങ്ങനെ ആലോചിച്ച് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ വേണമെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ളൊരു നമ്പർ ഉണ്ട് വിചാരിക്കാം. ഏത്? ഇങ്ങനെയുള്ളൊരു നമ്പർ വിചാരിക്കാം. എയും ബിയും സിയും സാറ്റിസ്ഫൈഡ് ആവുന്നൊരു നമ്പർ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ എടുക്കേണ്ടത്. എക്സാമ്പിൾ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് എ റേസ് ടു 1/xും ബി റേസ് ടു 1/yയും സി റേസ് ടു 1/zഉം ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ വരിക? ഞാനൊരു എക്സാമ്പിൾ വിചാരിക്കുകയാണ്. 248 എന്നുള്ളൊരു എക്സാമ്പിൾ വിചാരിക്കുകയാണ്. അത് 248. അപ്പോൾ ഇതെന്താണ്? എ ബി സി ആണ്. ഒരു ജി പിയിലുള്ളൊരു ഒരു എക്സാമ്പിളാണ് A248. കാര്യം 248 എന്നാണ് ഒരു ജി പി ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എ റേസ് ടു 1/xും ബി റേസ് ടു 1/yയും സി റേസ് ടു 1/zഉം ഈക്വൽ ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? എ റേസ് ടു 1/x എന്ന് പറയുന്ന സമയത്ത് 248 ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ 8ൻ്റെ റേസ് ടു തന്നെ ഒരു 1/3 കൊടുത്തു. ഇതിൻ്റെ പവറായിട്ട് ഒരു 1/2 കൊടുത്തു. ഇതിൻ്റെ പവറായിട്ട് ഒരു 1/1 കൊടുത്തു. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ 2 റേസ് ടു 1/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 4 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 റേസ് ടു 1/2 2 ആണ്. കാരണം എന്താണ്? ഏത് നമ്പർ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 4 കിട്ടുക? 2 ആണ്. അപ്പോൾ 8 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ അതും 2 ആണ്. കാര്യം 2 × 2 × 2 8 ആണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലുള്ളൊരു നമ്പർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആലോചിച്ചെടുക്കുക എന്നുള്ളൊരു പണി നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഈ ഫോർമുലയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എക്സ് എന്താണ്? 1/x എന്ന് പറയുമ്പോൾ ഇവിടെ 1/x ഉള്ളിടത്ത് എക്സിൻ്റെ സ്ഥലത്ത് എന്താണ്? 1 ആണ്. വൈ ഉള്ളിടത്ത് എന്താണ്? 2 ആണ്. അതേപോലെ സെഡ് ഉള്ളിടത്ത് എന്താണ്? ഇവിടെ 3 ആണ്. 1 കിട്ടി, വൈ എക്സ് ഈക്വൽ 1 കിട്ടി, വൈ ഈക്വൽ 2 കിട്ടി, സെഡ് ഈക്വൽ 3 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യാം? ഓരോ ഓപ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഏത് ഓപ്ഷനാണോ കറക്റ്റായിട്ട് കിട്ടുന്നത് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പം 2x ഈക്വൽ വൈ പ്ലസ് സെറ്റ് അത് ശരിയാവുന്നുണ്ടോ? 2x എന്ന് പറഞ്ഞാൽ 2 × 1 ആണ് വരിക. ഈക്വൽ ടു വൈ പ്ലസ് സെറ്റ്. വൈ പ്ലസ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 + 3. ഇത് ഈക്വൽ ആവുന്നുണ്ടോ? ഇവിടെ 2 ആണ്, ഇവിടെ 2 + 3 5 ആണ്. അപ്പോൾ അത് തെറ്റാണ്, മനസ്സിലായി. ഇനി അടുത്ത് x² ഈക്വൽ ടു വൈ സെറ്റ്.
ഈ എക്സിന്റെ സ്ഥലത്ത് 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ. ഇവിടെ വൈ സെഡ് എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. ഒന്ന് 1 സ്ക്വയർ 1 ആണ്, മറ്റേ 2 × 3 6 ആണ്. അതും ശരിയല്ല. ഇനി അടുത്ത് 1/x + 1/z = 2/y എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1/1 + 1 പിന്നെന്താണ് z എന്താ അവിടെ? z 3 ആണ്. 1/3 = 2/y ആവുന്നുണ്ടോ? 2/y എന്ന് പറഞ്ഞാൽ 2/2. ഓക്കെ, ഒരു സൈഡിൽ 1 + 1/3 ആണ് വരുന്നത്, മറ്റേ സൈഡിൽ 2/2 1 ആണ്. ഒന്ന് 1 + 1/3, ഒന്ന് 1 ആണ്. അത് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ അതുമല്ല. ഞാൻ അടുത്ത ഓപ്ഷൻ നോക്കുന്നത് 2y. 2y എന്ന് പറഞ്ഞാൽ 2 × 2 = x + z. x + z എന്ന് പറഞ്ഞാൽ 1 + 3, അതായത് 4 = 1 + 3. അത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നോർമലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി AP whose third term is 18 and 12th term is 72. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AP ആണ്, അതിന്റെ തേർഡ് ടേം എന്താണ്? 18 ആണ്. എന്താണ്? തേർഡ് ടേം 18 ആണ്, 12th ടേം 72 ആണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് AP കിട്ടാൻ, ഫൈൻഡ് ദി AP എന്ന് പറഞ്ഞാൽ അവിടെ ഒരു AP എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് A വരണം, D വരണം, അതായത് ഫസ്റ്റ് ടേം വരണം, കോമൺ ഡിഫറൻസും അറിയണം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? അറിയോ? ഇല്ല. അപ്പോൾ തേർഡ് ടേം ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് D കണ്ടുപിടിക്കാൻ പറ്റും. D = എന്ത് ചെയ്താൽ മതി? ഇയാൾ മൈനസ് ഇയാൾ ഡിവൈഡ് ബൈ ഇയാൾ മൈനസ് ഇയാൾ, അതായത് 72 - 18 all divided by 12 - 3 എന്ന് വരും. ഈ 72 - 18 എന്ന് പറയുന്ന സമയത്ത് 4ഉം 54 വരും, അല്ലേ? 54 വരും. ഓക്കെ, ഇവിടെ അടിയിലോ 12 - 3 എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. അപ്പോൾ 54 / 9 എന്ന് പറയുമ്പോൾ 6 കിട്ടി. 6 കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ് ആക്ച്വലി. കാര്യം നമ്മളൊരു ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ തേർഡ് ടേം, ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്. തേർഡ് ടേം 18 ആണെന്ന് പറയാം. നമ്മളൊരു കോൺസ്റ്റന്റ് ടേം വെച്ചിട്ട് ആഡ് ചെയ്ത് പോകുമ്പോഴാണ് AP ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണെന്ന് പറഞ്ഞാൽ 6 ആഡ് ചെയ്ത് പോവാണ്. ഓരോ അടുത്ത ടേം കിട്ടാനും 6 ആഡ് ചെയ്ത് പോയാൽ മതി. ഓരോ അടുത്ത ടേം കിട്ടാൻ 6 ആഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഓരോ മുൻപത്തേക്കുള്ള, അതായത് പ്രീവിയസിലുള്ള ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 6 സബ്ട്രാക്ട് ചെയ്താൽ മതി. എല്ലടാ, അപ്പോൾ 18 6 സബ്ട്രാക്ട് ചെയ്താൽ 12 കിട്ടും, 12 6 സബ്ട്രാക്ട് ചെയ്താൽ 6 ആണ് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള AP. അതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, if the sum of first 14 terms of an AP is 1050 and first term is 10, then its 20th term എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 20th term കിട്ടാൻ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? 20th term എന്ന് പറഞ്ഞാൽ എത്രയാണ്? A + 19D ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം എന്താണ്? 10 ആണ്. A = 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിന് Dയും കൂടി കിട്ടിയാൽ ഇതിന് ഉത്തരമായി. എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. If the sum of first 14 terms, അതായത് S14 എത്രയാണ് മക്കളെ? 1050 ആണ്. അതായത് ഫസ്റ്റ് 14 ടേംസ് എത്രയാണ്? 1050 ആണ്. അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോർമുല ഉപയോഗിക്കും. എന്താണ്? S = n/2 × 2a + n - 1 × അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ ഞാൻ ഫോർമുല എഴുതുന്നുണ്ട്, 2a + n - 1 × d ആണല്ലോ. അപ്പോൾ അതിൽ n/2 എന്ന് പറഞ്ഞാൽ എന്താണ്? n/2 എന്ന് പറയുമ്പോൾ എത്ര ടേംസ് ആണുള്ളത്? 14 ടേംസ് ആണ് ഉള്ളത്. 14 ടേംസ് പറയുമ്പോൾ 14 ഡിവൈഡഡ് ബൈ 2, അതായത് n/2. n/2 × 2a. a എന്താണ് ഇവിടെ? 10 ആണ്. അപ്പോൾ 2 × 10 എന്ന് പറയുമ്പോൾ 20 ആണ്. പ്ലസ് n - 1 × d. ഇവിടെ n എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ n - 1 എന്ന് പറയുമ്പോൾ 14 - 1, അതായത് 13 d ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1050. ഇനി 14/2 ഉള്ളത് എനിക്ക് സാധനം എഴുതാൻ പറ്റില്ലേ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ 7 × ഈ സാധനം എന്നുള്ളത്, ആ 7 × ഉള്ളത് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താവും? ഡിവൈഡ് ബൈ ആയി പോകും. 1050 ഡിവൈഡ് ബൈ 7, അതായത് 20 + 13d = 1050 ഡിവൈഡഡ് ബൈ 7 കിട്ടും. ഇനി നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 10ൽ എത്ര 7 ഉണ്ട്? 1 ടൈംസ് 35 എന്ന് പറയുമ്പോൾ 5 എന്ന് വരും, അല്ലേ? അപ്പോൾ 150 എന്ന് കിട്ടും. അപ്പോൾ 20 + 13d = 150 ആണെങ്കിൽ ഈ +20 ഉള്ളത് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താവും? -20 ആവും. അപ്പോൾ 150 - 20, അതായത് 130 എന്ന് വരും. ഞാൻ എഴുതണ്ടല്ലോ, 130 എന്ന് വരും. അപ്പോൾ 113d = 130 ആണെങ്കിൽ d = എന്താ മക്കളെ? 130 ഡിവൈഡ് ബൈ 13 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 10 ആണ്. അപ്പോൾ ഓപ്ഷൻ ഇല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടൈമും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20th ടേം കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് ടൈം എന്താണ്? 10 ആണ്. A = 10 ആണ്. പ്ലസ് 19 × d ആണ്. d എന്ന് പറയുമ്പോൾ എത്രയാണ്? അതും 10 തന്നെ.
10 പ്ലസ് 190 ദിസ് ഈസ് ഈക്വൽ ടു 200. ഇതിലെ 20th ടേം എന്താണ്? 200 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി 50th ടേം ഓഫ് ദി AP. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ 50th ടേം ഓഫ് ദി AP ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇതിൽ A എന്താ? 5 ആണ്. D എന്താ പറയണോ? 6 ആണ്. 6 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 50th ടേം ഇട്ടാൽ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിച്ചാൽ മതി? L ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. എത്ര ടേംസിനാണ്? 50th ടേം ആണ്. അപ്പോൾ N ഈക്വൽ ടു 50 ആണ്. അപ്പോൾ A എന്നുള്ളടുത്ത് 5 എന്ന് കൊടുക്കുക. N മൈനസ് 1 എന്ന് പറയുമ്പോൾ 50 മൈനസ് 1 ഇൻറ്റു D. D എന്ന് പറയുമ്പോൾ 6. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 5 പ്ലസ് 49 ഇൻറ്റു 6 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് 5 പ്ലസ് 49 ഇൻറ്റു 6 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 9 ഇൻറ്റു 6 54 ആണ്. അപ്പോൾ 4 എന്ന് വരും, ബാലൻസ് 5 വരും. അപ്പോൾ 4 ഇൻറ്റു 6 24, 24ഉം 5 29, 294 എന്ന് കിട്ടും. അപ്പോൾ 299. ഇത് മൈൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എഴുതി ചെയ്താൽ മതി. അപ്പോൾ 299 എന്ന് കിട്ടും. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. കറക്റ്റ് ഓപ്ഷൻ 2 ആണ്. 299 ആണ് അതിലെ 50th ടേം. അപ്പോൾ അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 19th ടേം ഓഫ് ദി AP 10 7 5 4 എന്നുള്ളതാണ് ചോദിക്കുന്നത്. 10 7 4 അങ്ങനെ പോകണം. ഇതിലെ 19th ടേം ആണ്. 19th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ A എന്താണ്? 10 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണോ? അല്ല, അതാ കുറഞ്ഞു വരികയാണ്. 3 കുറഞ്ഞു വരികയാണെങ്കിൽ -3, 3 ആഡ് ചെയ്ത് പോകണമെങ്കിൽ +3. അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ 3 കുറഞ്ഞു വരികയാണ്, അപ്പോൾ -3 എന്ന് നോക്കാം. അപ്പോൾ N എന്താണ്? 19th ടേമാണ് ചോദിക്കുന്നത്. അപ്പോൾ N ഈക്വൽ ടു 19 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 19th ടേം ആകുമ്പോൾ L ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D ആണ് അല്ലേ? A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D ആണ്. അപ്പോൾ A എന്താണ്? 10 ആണ്. പ്ലസ് N മൈനസ് 1 എന്ന് പറയുമ്പോൾ 19 മൈനസ് 1 ഇൻറ്റു D. D എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണം, -3 ആണ്. ഞങ്ങളുടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് ഒരു ബ്രാക്കറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? 10 പ്ലസ് 19 മൈനസ് 1 18 ആയിട്ട് വരും. 18 ഇൻറ്റു -3. ഇനി നോക്കണം, ഇവിടെ 10 ഉള്ള 10 തന്നെയാണ്. 18 -3 എന്ന് പറയുന്ന സമയത്ത് -54 വരും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻറ്റ് സൈൻസ് ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത്ത് കുറയ്ക്കാം. ഇവിടെ 10 പ്ലസ് ആണ്, 54 മൈനസ് ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത്ത് കുറച്ചാൽ 54 - 10 അതായത് 44. എന്നിട്ട് വലുതിൻ്റെ സൈൻ ആരാണ്? മൈനസ് ആണ്. -44. -44 ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓൾമോസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.